ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ്. മൊബൈൽ ആപ്ലിക്കേഷൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടക്കുമ്പോഴത്തേക്ക് ഈവൻ വീടിനുള്ളിൽ നടക്കുമ്പോഴായാലും ഈ നടത്തത്തിൻ്റെ സ്റ്റെപ്സ് കൗണ്ട് ചെയ്യുകയും അവർ വച്ചേക്കുന്ന ലിമിറ്റിൽ കൂടുതൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോയിൻസും ആ കോയിൻസ് റിഡീം ചെയ്ത് കുറേ റിവാർഡ്സും ഒക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ആദ്യമേ തന്നെ പറയാം, ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ₹1 പോലും നിങ്ങൾക്ക് ക്യാഷായി ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ക്യാഷ് ഏണിംഗ് ആപ്ലിക്കേഷനായിട്ട് നിങ്ങൾ കാണരുത്. ഇതൊരു ഡിഫറൻ്റ് ആയിട്ട് കുറച്ച് കോയിൻസ് ഒക്കെ നമുക്ക് കിട്ടും. കോയിൻസ് റിഡീം ചെയ്തിട്ട് കുറച്ച് സാധനങ്ങളും നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു രീതി. ചുമ്മാ ഒരാൾ നടക്കുന്നതിന് നമുക്ക് എങ്ങനെ ഈ റിവാർഡ്സ് കിട്ടും എന്നാണ് നിങ്ങളുടെ സംശയം എന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് മിക്ക റിവാർഡ്സും പ്രൊമോഷണൽ കാര്യങ്ങളാണ്. അതായത് ഒരു പ്രോഡക്ട്സിൻ്റെ പ്രൊമോഷനായിട്ട് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ ആഡ്സും റൺ ചെയ്യുന്നുണ്ട്. ഇതിൽ രണ്ടിൽ നിന്നും കിട്ടുന്ന സോഴ്സസ് ആണ് ഇവർ റിവാർഡ്സ് തരാനായിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് ചുമ്മാ നമ്മൾ നടക്കുന്നുണ്ടൊന്നും അല്ല കേട്ടോ. നമ്മൾ നടക്കുന്നതിന് ഇവരൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കും ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇനി ഇങ്ങനെ ഇവർക്ക് കിട്ടുന്ന പ്രൊമോഷൻസിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്ട്സ് ആണ് നമുക്ക് ഇവരെ ഗിവ് അവേ ആയിട്ട് തരുന്നത്, നമ്മുടെ കോയിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങൾക്ക് ചെറിയ കോയിൻ ലിമിറ്റും കൂടുതൽ വലിയ സാധനങ്ങൾക്ക് കൂടുതൽ ലിമിറ്റും ഒക്കെയാണ് ഇവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്താണെന്നും അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെ റിവാർഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നും ഇത് എങ്ങനെ ഏൺ ചെയ്യാമെന്നും കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി ആ ബെൽ ബട്ടണിലും ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടുന്ന ഹോം പേജ്. ഹോം പേജിൽ നമ്മൾ ഇന്ന് അല്ലെങ്കിൽ നിലവിൽ എത്ര സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടെന്നും അതിന് എത്ര കോയിൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്നും അറിയാനായിട്ട് പറ്റും. നമ്മൾ താഴേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ലെവല്, നമ്മളിപ്പോൾ എത്രാമത്തെ ലെവലിലാണ് നിൽക്കുന്നതെന്നുള്ള സ്റ്റേറ്റസും അറിയാൻ പറ്റും. ഈ നടന്നുകൊണ്ടാണ് നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് പ്രൈമറിലി പറ്റുന്നത്. ഇത് കൂടാണ്ട് അഡീഷണൽ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് താഴേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ദീസ് ടാസ്ക് എന്ന് പറഞ്ഞ് കാണുന്നിടത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ടാസ്ക് ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാനും അതുപോലെ റെഫറലിന്റെ കാര്യമൊക്കെ. ഇതിൽ ഓരോന്നിനും സ്പെസിഫിക് കോയിൻസും ഉണ്ട്. നമ്മൾ ഓരോ ഇതും കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കോയിൻസ് റിഡീം ചെയ്യും. ഇപ്പോൾ നെക്സ്റ്റ് ലെവൽ 4 എത്തുകയാണെന്നുണ്ടെങ്കിൽ 15 കോയിൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് റിഡീം ചെയ്യാം. നിങ്ങൾക്ക് കാണാം കുറേയൊക്കെ ഞാൻ റിഡീം ചെയ്തിട്ടുണ്ട് കോയിൻസ് ഒക്കെ. ഇങ്ങനെയാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി ഒരു 5 കോയിൻ വെച്ച് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെന്ന് പറയുന്ന ആഡ്സ് കണ്ടുകൊണ്ടാണ്. ഇതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ ടാബ് ബസാറിൽ പോയിട്ട് അതിന്റെ ഏറ്റവും താഴേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് 5 കോയിൻസ് കാണാൻ പറ്റും ഡെയിലി റിവാർഡ്സിന്റെ. ഇതിൽ ഓരോന്നിനെയും നമുക്ക് ഒരു കോയിൻ വെച്ചിട്ടാണ് കിട്ടുന്നത്. ഓരോന്നിലും ഒരു ആഡ് കാണും. നമ്മൾ ആ ഗെറ്റ് റിവാർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വരുന്ന ആഡ് കാണാൻ പറ്റും. മിക്കപ്പോഴും ഇതിൽ ഒരു 10 to 15 സെക്കൻഡ്സ് ഉള്ള ആഡ്സ് ആണ് ഇതിൽ പ്ലേ ചെയ്യുന്നത്. അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ഒരു ക്രോസ് ബട്ടൺ ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ടൈം റിമൈനിങ് 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ മുകളിലത്തെ ക്രോസ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ആഡ് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആഡിനുള്ള റിവാർഡ് നമുക്ക് ക്ലെയിം ആയതായിട്ട് കാണിക്കും. അപ്പൊ ഇതാണ് നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാനുള്ള മൂന്നാമത്തെ ഓപ്ഷൻ. ഇനി ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് താഴേക്ക് വരുമ്പോൾ റെഫർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇൻവൈറ്റ് ആൻഡ് ആണ്. ഓരോ ഫ്രണ്ട്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോഴും നമുക്ക് 5 കോയിൻ കിട്ടും. ഇങ്ങനെ മാക്സിമം അപ് ടു 100 ഫ്രണ്ട്സിനെ വരെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഇനി നമ്മൾ ഫ്രണ്ട്സിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ എത്ര ലെവലിലാണ്, അവരുടെ സ്റ്റേറ്റസ്, അതുപോലെ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നമ്മൾ എത്രാമത്തെ ലെവലിലാണെന്നൊക്കെ അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമ്മൾ നടുക്ക് ബസാറിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെയാണ് നമുക്ക് റിഡീം ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ഒത്തിരി ഡിഫറെന്റ് വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഹെൽത്ത് റിലേറ്റഡ് ആയാലും ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയാലും. ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാഗിന്റെ ഓഡിയോ പ്രോഡക്ട്സിനെല്ലാം ഫ്ലാറ്റ് 30% ഡിസ്കൗണ്ട് കിട്ടും എന്നാണ് കാണിക്കുന്നത്. ഓഫർ ഡീറ്റെയിൽസിൽ പോകുമ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് 99 കോയിൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 99 കോയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഫർ കിട്ടും. നമ്മൾ താഴെ നോക്കുമ്പോഴത്തേക്ക് റീസെന്റ് പർച്ചേസസ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത് റീസെന്റ് ആയിട്ട് ഈ ഒരു ഓഫർ പർച്ചേസ് ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റാണ്. ഇതിൽ ആരെങ്കിലും ഒരാളുടെ പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തി എത്രത്തോളം ആക്റ്റീവ് ആണ്, അയാൾ എത്ര സ്റ്റെപ്സ് എടുത്തു. ഇപ്പൊ ഈ ഒരു വ്യക്തിയെ നോക്കുകയാണെങ്കിൽ രാഹുൽ ജോർജ് 1.69 മില്യൺ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. 1700 കൂടുതൽ കോയിൻസ് ഉണ്ട്. ഈ ഒരു ഓഫർ പുള്ളി ക്ലെയിം ചെയ്തിട്ടുണ്ടെന്നും കാണാനായിട്ട് പറ്റും. അപ്പോൾ നല്ലൊരു ആക്റ്റീവ് യൂസർ ആണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കാണാം. ഇത്തരത്തിൽ ഓരോ ഓഫേഴ്സിലും നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ ഇതിന് എത്ര കോയിൻസ് ആണ് വേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇനി നമ്മൾ താഴേക്ക് വരുമ്പോഴത്തേക്ക് ഫ്രീ ആയിട്ട് കംപ്ലീറ്റ് ഫ്രീ ഓഫേഴ്സും ഉണ്ട് കേട്ടോ. ഈ ലീഫിന്റെ ഹെഡ്സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 6999 കോയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ
ഈ ഒരു ലീഫിന്റെ വയർലെസ് ഹെഡ്സെറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമുക്ക് ഡിസ്കൗണ്ട് കൂപ്പൺ ഒന്നുമില്ല, കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് തന്നെ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതുപോലെ തന്നെ മറ്റ് ഒത്തിരി ഓഫേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇതിന്റെ കൂൾ വിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓഫർ കാണാൻ പറ്റും. കൂൾ വിങ്സിൽ 500 റുപ്പീസിന്റെ ഡിസ്കൗണ്ട് കൂപ്പണാണ് നമുക്ക് കിട്ടുന്നത്. ഇത് പർച്ചേസ് ചെയ്യാൻ വെറും 49 കോയിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് പർച്ചേസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ പോകുമ്പോഴത്തേക്ക് കൂൾ വിങ്സിന്റെ വെബ്സൈറ്റിലേക്ക് പോകും. ഇവിടെ നിന്ന് നമുക്ക് പ്രോഡക്ട്സ് നമുക്ക് ഏതാണ്, ഇപ്പോൾ സൺഗ്ലാസ് ആണോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ കൂപ്പൺ കോഡ് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ 500 റുപ്പീസ് ഡിസ്കൗണ്ട് കിട്ടും. ഇങ്ങനെ ഒത്തിരി വെറൈറ്റി ഡിസ്കൗണ്ട് കൂപ്പൺസും ഓഫേഴ്സും ആണ് ഇതിലുള്ളത്. ഇപ്പോൾ സ്റ്റോറി ടെൽ എന്ന് പറഞ്ഞിട്ട് ഓഡിയോ ബുക്സിന്റെ ഓഫർ ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ മ്യൂസിക് സ്ട്രീമിംഗ് ആപ്സ് ആണെന്നുണ്ടെങ്കിൽ ഗാന പ്ലസിന്റെ 3 മാസത്തെ സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതിനൊക്കെയും നമുക്ക് എത്ര കോയിൻസ് വേണം എന്നുള്ളതൊക്കെ കാണിക്കാൻ പറ്റും. അതുപോലെ സ്റ്റഡി ലേണിംഗ് ആപ്സ് ഉണ്ട്, അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആപ്സ് ഉണ്ട്, സൂമിന്റെ ഫ്രീ ഫോട്ടോ ബുക്ക് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഇനി ഇതിൽ ഏറ്റവും എക്സ്പെൻസീവ് എന്ന് പറയുന്നത് ഐഫോൺ XR ആണ്. ഐഫോൺ XR വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതിന് ഏകദേശം 15,000 കോയിനാണ് ഇതിന് വേണ്ടത്. അപ്പൊ ഇതൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള യൂസേഴ്സിനായിരിക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് നമുക്ക് റിവാർഡ്സ് ഏരിയയിൽ കാണാൻ പറ്റുന്നത്. ഇത്രയും റിവാർഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇതിൽ എത്ര കോയിൻസ് കിട്ടും എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡോർ ആക്ടിവിറ്റിക്കും ഔട്ട്ഡോർ ആക്ടിവിറ്റിക്കും ഇവർ കോയിൻസ് തരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ വീടിനുള്ളിലാണ് നമ്മൾ നടക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കോയിനും വീടിനും പുറത്ത് നടക്കുന്നതിനുള്ള കോയിനും ഡിഫറെന്റ് ആണ്. അതുപോലെ ഓരോ ലെവൽസിനും ലിമിറ്റ് ഉണ്ട്, ഡെയിലി എത്ര കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇനി നമുക്ക് കോയിൻസിന്റെ സ്റ്റേറ്റസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡോർ സ്റ്റെപ്സ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇവർ ഇൻഡോർ സ്റ്റെപ്സിനാണ് കൂടുതൽ കോയിൻസ് കൊടുക്കുന്നത്. ഓരോ 1000 സ്റ്റെപ്സിനും 1.25 കോയിൻസ് ആണ് ഇൻഡോറിൽ കിട്ടുന്നത്. നമ്മുടെ ഔട്ട്ഡോർ ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ ഓരോ 1000 കോയിൻസിനും ഒരു 1000 സ്റ്റെപ്സിനും ഒരു കോയിൻ കിട്ടും. ഇനി ഇതിൽ ഒരു ടെർബോ ടൈം എന്ന് പറഞ്ഞിട്ട് 3 സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. മോർണിംഗ്, ആഫ്റ്റർനൂൺ, നൈറ്റ് സെഷൻ. ഇതിൽ 15 മിനിറ്റ് ടൈമിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 കോയിൻസ് ആണ് ഓരോ 1000നും കിട്ടുന്നത്. അതായത് കൂടുതൽ കോയിൻസ് കിട്ടും. ഇനി ഓരോ ലെവലിലും ഞാൻ പറഞ്ഞതുപോലെ ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെവൽ 2ലാണെന്നുണ്ടെങ്കിൽ ഡെയിലി ലിമിറ്റ് നമുക്ക് 5 കോയിൻസ് ആണ്. അത് അപ് ടു 8 കോയിൻസ് വരെ ആഡ് കണ്ടുകൊണ്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇനി ഹയസ്റ്റ് ലെവലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി ലിമിറ്റ് 20 വരെ നമുക്ക് കിട്ടും. ഇൻ അഡീഷൻ നമുക്ക് ആഡ്സ് കണ്ടുകൊണ്ട് കൂടുതൽ കോയിൻസ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു കുഞ്ഞു വീഡിയോയുമായി നമുക്ക് ഉടനെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.